പ്രണയമണി തൂവൽ ഭാഗം 13. ഹാൾമുറിയിലെത്തിയതും അഭിയൊന്നു നിന്ന് ചുറ്റും നോക്കി. അമ്മേ, അച്ഛ, ചെറിയച്ഛ, എവിടെ എല്ലാവരും? ഇങ്ങോട്ട് വാ, അഭി ഉറക്കെ പറഞ്ഞു. പിന്നാലെ വന്ന മാലിനിയും പ്രിയയും ഭീതിയോടെ പരസ്പരം നോക്കി. മനുവേട്ട, വേണ്ട മനുവേട്ട, ഇതിനെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട, പ്രിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അഭി രോഷത്തോടെ അവളെ നോക്കി. നീ മിണ്ടാതിരുന്നോണം, എന്തു വേണമെന്ന് എനിക്കറിയാം, കേട്ടല്ലോ. അവൻ്റെ ശബ്ദം ഉയർന്നു. അവൾ പേടിയോടെ മാറി നിന്നു. അപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് വന്നു. എന്താ അഭി, എന്തിനാ നീ എല്ലാവരും വിളിച്ചത്? ഗിരി ചോദിച്ചു. കാര്യമുണ്ട് ചെറിയച്ച. അവൻ യമുനയെ നോക്കി. അത് കണ്ട് യമുനയ്ക്ക് എന്തോ പന്തികേട് തോന്നി. എന്താ അഭി, എന്താ കാര്യം? പറയാം. ഇന്നലെ രാത്രിയിലെ നമ്മളെല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോയി. അപ്പോഴൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എന്നാൽ കാലത്ത് എഴുന്നേറ്റത് മുതൽ ഇവർ രണ്ടുപേരുടെ മുഖത്ത് ആ സന്തോഷമില്ലായിരുന്നു. അതിന് കാരണം നമ്മൾ കിടന്നതിന് ശേഷം നമ്മളറിയാതെ ചില സംഭവങ്ങൾ ഇവിടെ അരങ്ങേറി. അവൻ പറഞ്ഞത് കേട്ട് യമുന ഞെട്ടി. എല്ലാവരും മനസ്സിലാകാതെ പരസ്പരം നോക്കി. സംഭവങ്ങളോ? എന്ത് സംഭവങ്ങൾ? നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ, ഗിരി പറഞ്ഞു. പറയാം ചെറിയച്ച. എന്താ ആൻറ്റി, ഞാൻ പറയട്ടെ? അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അവൾ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. എല്ലാവരും അവളെ നോക്കി. എന്താ അബി, ഇവളെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ? ഗിരി ചോദിച്ചു. കുരുത്തക്കേടല്ല, തോന്നിയവാസം. അതെന്താണെന്നേ ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾ തന്നെ പറ അതിനെന്താ പറയേണ്ടതെന്ന്, അഭി പറഞ്ഞു. എന്താ കാര്യം, വളച്ചു കിട്ടാതെ പറ, ഹരി പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഈ നിൽക്കുന്ന ആൻറ്റി കാണിച്ച തോന്നിയസം എന്താണെന്നറിയാം? ഗസ്റ്റ് റൂമിൽ കിടന്നിരുന്ന അമ്മായിയെ ഓരോന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. യമുന ഭീതിയോടെ ഉമിനീരിറക്കി തല കൊമ്പിട്ട് നിന്നു. എന്ത്, വാസന്തി മുറിയിൽ നിന്ന് ഇറക്കി വിട്ടെന്നോ? ഹരി ചോദിച്ചു. അതെ, അഭി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് എല്ലാവർക്കും ദേഷ്യം വന്നു. ഗിരി ജ്വലിക്കുന്ന കണ്ണുകളോടെ അവളുടെ അരികിലേക്ക് വന്നു. ഈ കേട്ടതൊക്കെ നേരാണോ? അത് പിന്നെ ഗിരിയുടെ അവർക്ക് വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് ഒരു ദിവസം താമസിക്കുകയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേ. അപ്പോൾ അവൾക്ക് നല്ല മുറി തന്നെ കൊടുക്കണ്ടേ, അതാ ഞാൻ. അത് കേട്ടതും ഗിരി ദോഷത്തോടെ കൈ ആഞ്ഞു വീശു കൊടുത്തു അവളുടെ കവളിൽ ഒരെണ്ണം. എല്ലാവരും ഞെട്ടി. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ യമുന ആകെ പകച്ചുപോയി. ചെട്ടിത്തരം കാണിച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ നിൽക്കുന്നോ നിന്നെ ഞാൻ. അവൻ അടിക്കാൻ ഒന്നുകൂടി കൈ ഓങ്ങിയതും ഗോമതി വന്ന് തടഞ്ഞു. ഗിരി, മതി, വേണ്ട, വീടെടുത്തി, കുറേയായി ഞാൻ ക്ഷമിക്കുന്നു, ഇനി വയ്യ. വാസന്തി ചേച്ചിയുടെ മുന്നിൽ നമ്മുടെ കുടുംബത്തെ തന്നെ നാണം കെടുത്തിയില്ലേ ഇവളെയൊക്കെ, ഗിരി അരിശത്തോടെ പറഞ്ഞു. അവന്തികയുടെയും ഭർത്താവിൻ്റെ മുന്നിൽ നമ്മുടെ കൂടെ നാണം കെടുന്ന കരുതിയ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, യമുന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓ, എന്നിട്ടിപ്പോൾ കുടുംബത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ നീ ചെയ്തു വെച്ചേക്കുന്നത്. അല്ല, എന്നിട്ട് എവിടെ നിൻ്റെ ഗസ്റ്റ്? ഗിരി ചോദിച്ചു. അത് പിന്നെ അവർക്ക് ഏതോ ഹോട്ടലിൽ റൂം കിട്ടിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നില്ല. നന്നായി, അത് തന്നെ വേണോടി നിനക്ക്. അവരുടെ മുന്നിൽ പൊങ്ങച്ച കാണിക്കാനല്ലേ നീ ഇത് ചെയ്തത്. ഏതായാലും ഈ തെറ്റ് അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയോട് ഇപ്പോൾ നീ മാപ്പ് പറയണം. ഗിരി പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. ഇവളോട് ഞാൻ മാപ്പ് പറയാനോ? അതെ, മാപ്പ് പറയണം. ഇല്ലെങ്കിൽ പെട്ടിയും കിടക്കിയെടുത്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ, ഗിരി കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ഗിരിയേട്ടാ, അവൾ എന്തോ പറയാൻ വന്നതും അയാൾ കൈ ഉയർത്തി തടഞ്ഞു. നിൻ്റെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട. മാപ്പ് പറയാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവുക. ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം, ഗിരി പറഞ്ഞു. യമുന ആകെ വല്ലാത്തൊരവസ്ഥയിലായി. യമുന ഹരിയുടെ അരികിലേക്ക് ചെന്നു. വലിയേട്ട, ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്തൊക്കെ ആയാലും നീ ചെയ്തത് തെറ്റല്ലാതാവുന്നില്ല. അതുകൊണ്ട് ഗിരി പറഞ്ഞതുപോലെ പ്രിയോട് നീ മാപ്പ് പറയണം. അയാളും കടുത്ത സ്വരത്തിൽ പറഞ്ഞതോടെ വേറെ വഴിയില്ല എന്ന് യമുനയ്ക്ക് മനസ്സിലായി. അവൾ പതിയെ പ്രിയയുടെ അരികിലേക്ക് ചെന്നു. വെറുതെ പറഞ്ഞാൽ പോരാ, കുറ്റം ഏറ്റു പറഞ്ഞ മാപ്പ് പറയണം, അഭി പറഞ്ഞു.
യമുന പല്ല് കടിച്ച് അവളെ നോക്കി. ഇന്നലെ ഞാൻ വാസന്തി എടുത്ത് ഗസ്റ്റ് റൂമിൽ നിന്ന് ഇറക്കി വിട്ടത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, യമുന പറഞ്ഞു. എല്ലാവർക്കും അത് കേട്ട് സന്തോഷമായി. യമുന നാണക്കേടോടെ മുഖം കുനിച്ച് എല്ലാവരെയും നോക്കി. പിന്നെ വേഗം മുറിയിലേക്ക് ചെന്നു. പ്രിയയ്ക്കും എന്തോ അല്പം സന്തോഷം തോന്നി. പ്രിയ കാര്യങ്ങളെല്ലാം വിളിച്ച് വാസന്തിയോട് പറഞ്ഞു. മോളെ, എനിക്ക് യമുനയുടെ കാര്യത്തിൽ എന്തോ ഒരു പേടിയുണ്ട്. മോൾ അവളെ ഒന്ന് സൂക്ഷിക്കണം. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മോൾ ഇങ്ങോട്ട് പോരെ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആൻറ്റിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയുന്നതല്ലേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. തിങ്കളാഴ്ച ജോയിൻ ചെയ്യാനുള്ളതല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, എന്നാൽ പിന്നെ വിളിക്കാം. അതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. കാലത്ത് ഓഫീസിലേക്ക് ഇറങ്ങിയതായിരുന്നു അബി. അപ്പോഴാണ് നിമ്മി അവിടേക്ക് വന്നത്. ഏട്ടാ, ഇന്ന് കുറച്ച് നേരത്തെ വരണം കേട്ടോ. നേരത്തെയോ? എന്തിന്? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. അത് കൊള്ളാം, തിങ്കളാഴ്ച ഏടത്തേക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതല്ലേ. അതിനുവേണ്ടി പർച്ചേസിങ് നമുക്ക് നടത്തണ്ടേ. അതിനു വേണ്ടിയാണ് നേരത്തെ വരാൻ പറഞ്ഞത്. പർച്ചേസിങ്ങോ? അതെന്തിനാ? എന്തിനാണെന്നോ? പുതിയ കോളേജിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ വേണം? ബാഗ്, കുട, പുതിയ ഡ്രസ്സ് ഒക്കെ വേണ്ടേ? അതിന് ഞാനെന്തിനാ വരുന്നത്? നീ ഇവളെയും കൂട്ടി പോയിക്കോ, ക്യാഷ് ഞാൻ തരാം. അയ്യടാ, അതിന് ഞാനാണോ പ്രിയച്ചി കിട്ടിയത്? ഏട്ടനല്ലേ? അപ്പോൾ ഏട്ടനല്ലേ ഇതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത്. എനിക്കിന്ന് നിന്ന് തിരിയാൻ പോലും നേരമില്ല. അതുകൊണ്ട് നീ തന്നെ അവളെയും കൂട്ടി പോയാൽ മതി, അബി പറഞ്ഞു. ഏട്ടാ, അവളെന്തോ പറയാൻ വന്നത് പ്രിയ തടഞ്ഞു. വേണ്ട നിമ്മി, നമുക്ക് രണ്ടാക്കും കൂടി പോകാം. നമുക്കൊന്ന് കറങ്ങുകയും ചെയ്താലോ? ശബ്ദം താഴ്ത്തി അവൾ നിമ്മിയോട് പറഞ്ഞു. അത് കൊള്ളാമെന്ന് അവൾക്കും തോന്നി. ശരി, എന്നാൽ ക്യാഷ് ഇങ്ങോട്ട് തന്നേക്ക്, നിമ്മി പറഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്ന് കാർഡെടുത്ത് പ്രിയയെ നോക്കി. ഇതാ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോ. അവൻ കാർഡ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രിയ അമ്പരപ്പോടെ അവനെ നോക്കി. ഓ, അപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കുമല്ലേ? ആയിക്കോട്ടെ, നിമ്മി പറഞ്ഞു. പ്രിയ അത് വാങ്ങി. അബി പുറത്തേക്ക് നടന്നു. അപ്പം നിങ്ങൾക്കിടെല്ലാം മഞ്ഞൊരുക്കി തുടങ്ങി അല്ലേ? നിമ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി. പ്രിയ നാണത്തോടെ തിരിഞ്ഞു നടന്നു. ഇരുവരും കാറും എടുത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങി. ആദ്യം ഡ്രസ്സ് എടുക്കാനാണ് പോയത്. പ്രിയ വില കുറഞ്ഞ കുറച്ച് സാരികളാണ് എടുത്തത്. നിമ്മി അതെല്ലാം മാറ്റി നല്ല സാരികൾ തന്നെ എടുപ്പിച്ചു. പിന്നെ ബാഗും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും കുടയും ചെരുപ്പും അത്യാവശ്യം വേണ്ടുന്ന ചില സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച് ഒരു സിനിമയും കണ്ട് ഇരുവരും വീട്ടിലേക്ക് മടങ്ങി. വാങ്ങിയ സാരികളെല്ലാം കട്ടിലിൽ വെച്ച് എടുത്തു നോക്കുകയായിരുന്നു പ്രിയ. അപ്പോഴാണ് അബി അവിടേക്ക് വന്നത്. ഇതെന്താ ഇത്? ടെക്സ്റ്റൈൽ ഷോപ്പോ? അത് വാങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു നോക്കുകയായിരുന്നു. അവൻ ഇരുത്തി ഒന്ന് മൂളി. പിന്നെ ബെഡിലൊക്കെ നോക്കി. ഇതെന്താ, മുഴുവൻ സാരിയാണോ വാങ്ങിയത്? അല്ലാതെ പിന്നെ കോളേജിലേക്ക് ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് പഠിപ്പിക്കാൻ പോകാൻ പറ്റുമോ? എന്ത് ചോദ്യം മനുവേട്ടാ, ഇതൊക്കെ അറിയാതെയാണോ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നത്? ആ, ഡിഗ്രി ഇല്ലാത്തവരോടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിന് നല്ല പഠിപ്പും വിവരവും ഒക്കെ വേണം, അവൾ പറഞ്ഞു. അത് കേട്ടതും അവൻ അവളെ നോക്കി. ഡി, അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ? അതെ, എന്താ? ഇക്കാലത്ത് പഠിപ്പും പത്രാസും ഒക്കെ വേണ്ടത് തന്നെയല്ലേ? പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കുന്നത് ചെറുക്കനത്ത് ഡിഗ്രി ഉണ്ടെന്നാ. ഡിഗ്രി ഇല്ലാത്ത ആൺപിള്ളേരെ ഒന്നും ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്ക് വേണ്ട. എൻ്റെ ഒരു യോഗം, അല്ലാതെ എന്ത് പറയാം, അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു. അവൻ അവളെ രൂക്ഷമായി നോക്കി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് ഒരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? നിൻ്റെ അത്രയും പഠിപ്പും ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും നല്ല അന്തസ്സായിട്ട് ഒരു ബിസിനസ് നടത്തുന്നവനാടി ഞാൻ. ഓ, എത്രയൊക്കെ പണമുണ്ടെന്ന് പറഞ്ഞാൽ പഠിത്തത്തിൻ്റെ വില ഒന്നും വേറെ തന്നെയാണ്. അതറിയുന്നവർക്ക് അറിയാം. ഓ, ആയിക്കോട്ടെ, ഡിഗ്രി ഇല്ലാത്തത് ഒരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. അതും പറഞ്ഞ് അവൻ നടന്നു. പ്രിയ അത് കണ്ട് ചിരിച്ചു. തിങ്കളാഴ്ച കാലത്ത് തന്നെ പ്രിയ കുളിച്ച് റെഡിയായി. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം, അവൾ പറഞ്ഞു. തീർച്ചയായും ഉണ്ടാവും മോളെ, ഗോമതി പറഞ്ഞു. ഈ സമയം ഓഫീസിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ട് അബി അവിടേക്ക് വന്നു. അവൾ അവനെ ഉറ്റുനോക്കി. അവൻ പക്ഷേ അവളെ മൈൻഡ് ചെയ്തില്ല. അമ്മേ, ഞാൻ ഇറങ്ങാം, വൈകുന്നേരം വരാൻ കുറച്ച് ലേറ്റാകും, അതും പറഞ്ഞ് അവൻ നടന്നു. എടാ, അതെന്ത് പോക്കാടാ? ഇന്ന് പ്രിയമോൾ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ? അപ്പോൾ നീ കൂടെ അവളുടെ കൂടെ പോകേണ്ടതല്ലേ? ഗോമതി ചോദിച്ചു. എന്തിന്?
ജോയിൻ ചെയ്യുന്നത് അവളല്ലേ, ഞാനല്ലല്ലോ. എടാ, അവൾ നിൻ്റെ ഭാര്യയല്ലേ, അവളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നീയല്ലേ. അതിന് അവൾ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ, അവളുടെ കാര്യങ്ങളെല്ലാം അവൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇറങ്ങാം, ഇപ്പം തന്നെ ലേറ്റായി. അതും പറഞ്ഞ് അവൻ നടന്നു. പ്രിയ വിഷമത്തോടെ മുഖം കുനിച്ചു. സാരമില്ല മോളെ, ഓരോ സമയത്ത് ഓരോ സ്വഭാവം അവന്. മോളത് കാര്യമാക്കണ്ട, സമയം കളാതെ ചെല്ലാൻ നോക്ക്, ഗോമതി പറഞ്ഞു. പ്രിയ ഒന്ന് പുഞ്ചിരിച്ചു. ശരി അമ്മായി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. കോളേജിലേക്കുള്ള യാത്രയിലും അവളുടെ ചിന്ത മുഴുവനും അബിയെക്കുറിച്ചായിരുന്നു. മനുവേട്ടനെന്താ തന്നോട് അങ്ങനെ പെരുമാറിയത്? ഇനി ഇന്നലെ പറഞ്ഞതൊക്കെ പുള്ളിക്കാരനെ ഫീലായി കാണുമോ? അവൾ മനസ്സിലോർത്തു. കാറ് കോളേജിന് മുന്നിൽ നിർത്തിയതും അവൾ ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്നു. കുഞ്ഞെ, കോളേജ് എത്തി, ഡ്രൈവർ പറഞ്ഞു. അപ്പോഴെന്താ പോയിക്കോളൂ. വൈകുന്നേരം വേണ്ട, ഞാൻ വന്നോളാം. എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നതെന്ന് അറിയില്ലല്ലോ. ശരി കുഞ്ഞ്. കാറ് പോയതും അവൾ ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ നേരെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് നടന്നു. കൃഷ്ണപ്രിയ അതല്ലേ പേര്? പ്രിൻസിപ്പൽ ഗോവർദ്ധൻ ചോദിച്ചു. അതെ സാർ. മാരീഡാണോ? അതെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ഏതായാലും ടീച്ചർ വരൂ, ക്ലാസ്സിലേക്കല്ല. ഫൈനൽ ഇയറിൻ്റെ ഇൻചാർജ് കൂടി ടീച്ചർ കാണും. ഏതായാലും പുതിയ ടീച്ചറെ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം, ഗോവർദ്ധൻ പറഞ്ഞു. പ്രിയ ചിരിച്ചുകൊണ്ട് അയാൾക്കൊപ്പം നടന്നു. ഫൈനൽ ഇയറിൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ വിദ്യാർത്ഥികളെല്ലാം കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞു ബഹളം വയ്ക്കുകയായിരുന്നു. ഏയ് സൈലൻസ്! ഗോവർദ്ധൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും വരണ്ടു. അയ്യോ പ്രിൻസി എന്ന് പറഞ്ഞ് എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ചെന്നിരുന്നു. എന്താ ഇത്, ക്ലാസ് റൂമോ അതോ ചന്തയോ? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. ക്ലാസ് റൂം തന്നെയാണ് സാർ, ഒരുവൻ എളിമയോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഗോവർദ്ധൻ അവനെ തുറച്ചു നോക്കിയതും അവൻ വേഗം ഇരുന്നു. ഞാൻ വന്നത് നിങ്ങളുടെ പുതിയ ടീച്ചറെ പരിചയപ്പെടുത്താനാണ്. കൃഷ്ണപ്രിയ. അയാൾ വാതിക്കലേക്ക് നോക്കി വിളിച്ചു. പ്രിയ അകത്തേക്ക് വന്നു. എല്ലാവർക്കും അഭിമുഖമായി നിന്നു. അവളെ കണ്ടതും ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഇളക്കം ഉണ്ടായി. ഹലോ, ഞാൻ കൃഷ്ണപ്രിയ, ഇന്നു മുതൽ നിങ്ങളുടെ ടീച്ചറാണ്, അവൾ സ്വയം പരിചയപ്പെടുത്തി. ടീച്ചറെ കൂടാതെ ഈ ക്ലാസ്സിലേക്ക് പുതിയ 2 അഡ്മിഷൻ കൂടിയുണ്ട്. ഒരാളെ വിളിക്കാം. നീലിമ. ആ പേര് കേട്ടത് പ്രിയ ഒന്ന് ഞെട്ടി. വാതിൽ കടന്ന് പുച്ഛത്തോടെ തന്നെ നോക്കിക്കൊണ്ട് വിജയഭാവത്തിൽ ചിരിച്ചു കൊണ്ടുവരുന്ന നീലിമയെ കണ്ടതും അവളൊന്ന് നടുങ്ങി. നീലിമ അവളുടെ അരികിലേക്ക് വന്നു. ഹലോ മാഡം, ഐ എം നീലിമ, അവൾ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രിയ ഒന്ന് മടിച്ച് കൈ നീട്ടിയതും നീലിമ ആ കൈ പിടിച്ചു ഞെരിച്ചു. അവൾക്കൊന്ന് നൊന്തു. വേഗം കൈ വലിച്ചു. അവൾ തിരിഞ്ഞ് സദസ്സിനെ നോക്കി. ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പുതിയ ആളാണ്. +2 കഴിഞ്ഞ് 4-5 കൊല്ലം MBBS എൻട്രൻസ് എഴുതി പരാജയപ്പെട്ട് ഒടുക്കം തിരഞ്ഞെടുത്തതാണ് ഒരു ഡിഗ്രി. ഇത്രയും കാലം സെൻറ്റ് മേരീസിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ചില പേഴ്സണൽ ഇഷ്യൂ കാരണം അവിടെ എനിക്ക് ചില കളിയാക്കലുകളൊക്കെ നേടേണ്ടി വന്നു. അത് കാരണം തുടർന്ന് അവിടെ പഠിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായി ഇനി ഞാനും ഉണ്ടാകും, അവൾ പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു. അവൾ തിരിഞ്ഞ് പ്രിയയെ നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എങ്ങനെയുണ്ട് പ്രിയ, സർപ്രൈസ് കണ്ട് ഞെട്ടിയോ? എന്താ നിൻ്റെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വഴിയെ അറിയുന്നേ. ഞാൻ ആഗ്രഹിച്ച ജീവിതം തട്ടിയെടുത്തവളാണേ. അതുകൊണ്ട് നീ ആഗ്രഹിച്ചതൊന്ന് നേടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി നിൻ്റെ പിന്നാലെ ഒരു കരിനിഴലായി ഞാനുണ്ടാകും. അതും പറഞ്ഞ് നീലിമ സീറ്റിൽ ചെന്നിരുന്നു. 2ാമത്തെ ആൾ എത്തിയിട്ടില്ല കേട്ടോ, ഗോവർദ്ധൻ പറഞ്ഞു. സാർ എന്ന് വിളികേറ്റി ഗോവർദ്ധൻ വാതിക്കലേക്ക് നോക്കി. എത്തിയല്ലോ 2ാമത്തെ കക്ഷി, കയറി വാ, ഗോവർദ്ധൻ പറഞ്ഞത് കേട്ട് പ്രിയ തിരിഞ്ഞു നോക്കി. ബാഗും തൂക്കി വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ട് പ്രിയ കണ്ണു വീഴ്ച് നിന്നുപോയി. തുടരും.